എൻ്റെ യാത്രകൾ ഷാനവാസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളിതാ അൽവത്ത് ലേക്ക് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ബസ്സിനാണ് പോണത്, MBZ ബസ് സ്റ്റേഷനിൽ. അവിടുന്ന് ഷമീർ എന്ന് പറഞ്ഞാൽ നമ്മളെ സ്നേഹിതൻ്റെ കൂടെയാണ് പോണത്. അങ്ങനെ ബസ് സ്റ്റോപ്പിക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ പുതിയൊരു പാർക്കൊക്കെ വന്നിട്ടുണ്ട്, കുട്ടികൾക്കുള്ള കളിക്കാനുള്ള പാർക്ക്. ഒന്ന് ഈ സൈഡിലുണ്ട്, വേറൊന്ന് അപ്പുറത്തെ സൈഡിലുണ്ട്. ഇതാ രണ്ട് പാർക്ക് വന്നിട്ടുണ്ട്, ചെറിയ പാർക്കാണ്. കുട്ടികൾക്കൊക്കെ ഉള്ള എല്ലാ സൗകര്യവും ഉണ്ട്. കുട്ടികളിതവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ടൂറിസ്റ്റ് ക്ലബ്ബ് ഏരിയയിലാണ് ഈ പാർക്കുകൾ വന്നിട്ടുള്ളത്. ടൂറിസ്റ്റ് ക്ലബ്ബ് ഏരിയയിലാണെന്നാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് 102 ബസ് 101 ബസ്സൊക്കെയാണ് പോണത്. MBZ ബസ് സ്റ്റേഷനിലേക്കാണ് പോണത്. സ്നേഹിതൻ ഷമീർ അങ്ങോട്ട് വരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവൻ്റെ കൂടെ അവൻ്റെ വണ്ടിയിൽ പോകാനുള്ള പ്ലാനിലാണ്. അങ്ങനെ MBZക്കുള്ള ബസ്സിൽ കയറി നമ്മൾ അങ്ങനെ പോവാണ്. MBZക്ക് പോവാണ്. ബസ്സിൽ വലിയ തിരക്കൊന്നുമില്ല, ആളൊക്കെ കുറവാണ്. ഷമീർ പറഞ്ഞിരിക്കുന്നത് അവിടുന്ന് വണ്ടിയായിട്ട് നമുക്ക് വത്ബ പാർക്കിൽ പോകാമെന്നാണ്. പാർക്ക് അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോകണം. ഈ ബസ്സിൽ എവിടേക്ക് പോകുന്നുള്ളതൊക്കെ ഇവിടെ എഴുതി കാണിക്കും. നമ്മളുടെ ലാസ്റ്റ് സ്റ്റോപ്പ് വരെ എല്ലാ സ്റ്റോപ്പും ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. അബുദാബി സിറ്റിയിലായതുകൊണ്ട് നല്ല ട്രാഫിക് ഉണ്ട്. എല്ലായിടത്തും വളരെ സ്ലോയിലാണ് വണ്ടികളൊക്കെ പോണത്. ട്രാഫിക്കിൻ്റെ പ്രശ്നമാണ്. ബസ് സ്റ്റാൻഡ് കയറിയിട്ടാണ് പോണത്. ഇവിടെ അതാ ഇഫ്താറിൻ്റെ ഇതിന് വേണ്ടിയിട്ട് നോമ്പായതുകൊണ്ട് ഇഫ്താറിൻ്റെ ടെൻറ്റ് കെട്ടിയിട്ടുണ്ട്. അങ്ങനത്തെ ബസ് സ്റ്റാൻഡ് കയറി. ബസ് സ്റ്റാൻഡിൽ കയറിയിട്ട് പിന്നെ MBZക്ക് പോവുക. അബുദാബി ബസ് സ്റ്റാൻഡാണിത്. ഇവിടെ ഇറങ്ങാനുള്ളവരൊക്കെ ഇറക്കി പിന്നെ ഇവിടെ നിന്ന് കയറാനുള്ളവരെ MBZക്ക് കയറാനുള്ളവരൊക്കെ കയറ്റിയിട്ടാണ് പോണത്. ഇതാണ് നമ്മളെ പൈനാപ്പിൾ ബിൽഡിങ്. അബുദാബിയിലെ പൈനാപ്പിൾ ബിൽഡിംഗ് ആണ്. അതിൻ്റെ അടുത്ത് കൂടിയാണ് ഇപ്പോൾ പോകുന്നത്. ഷെയ്ഖ് റോഡിലേക്ക് ഇവിടുന്ന് പ്രവേശിക്കുകയാണ്. പിന്നെ നേരെ ഷെയ്ഖ് റോഡിലാണ് പോണത്. നാളെ ചിലപ്പോൾ നോമ്പാവാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് പ്രോഗ്രാമുകളൊന്നും ഉണ്ടായില്ല. അന്ന് ലീവായിരുന്നു, ഇന്ന് ഡ്യൂട്ടിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വെറുതെ ഇങ്ങനെ കിടക്കുകയായിരുന്നു. അപ്പോഴാണ് ഷമീർ വിളിച്ചുകൊണ്ട് എവിടേക്കെങ്കിലും പോകാമെന്ന് പറഞ്ഞത്. അങ്ങനെ അവൻ്റെ പ്ലാനിലാണ് ഞാൻ വർക്കലക്ക് പോകാമെന്നുള്ള പ്ലാന് പറഞ്ഞത്. അങ്ങനെ ഇപ്പോൾ അത് അവൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താവുമെന്ന് അറിയില്ല, അവിടെ എത്തുമ്പോൾ അറിയാം. അബുദാബിയിലെ മെയിൻ പാർക്കാണിത്. പോകുന്ന വഴിക്ക് കണ്ടതാണ്. ഷെയ്ഖ് റോഡിൻ്റെ ഒരു സൈഡിലാണിത്. നിറയെ കണ്ടൽ വനങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള മാംഗ്രൂവ് പ്ലാന്റ്സുകളൊക്കെ അടങ്ങിയിട്ടുള്ള വ്യൂ ഒക്കെ ഉള്ള സ്ഥലമാണ്. അബുദാബി സിറ്റിയിൽ നിന്ന് പുറത്ത് കിടന്നപ്പോൾ ബസ് നല്ല സ്പീഡായി. പിന്നെ സ്റ്റോപ്പുകളൊന്നും അധികമില്ല. ഒന്ന് എത്താതായി വിചാരിക്കുന്നത്. അങ്ങനെ ഷമീർ വിളിച്ച് അവന് മസിയാദ് മാളിൻ്റെ അടുത്തേക്ക് വരാമെന്ന് പറഞ്ഞ് MBZലേക്ക് പോകണ്ടെന്നാണ് അവൻ പറഞ്ഞത്. അപ്പോൾ മസിയാദ് മാളിൻ്റെ അടുത്ത് ഇറങ്ങാനാണ് പറഞ്ഞത്. മസിയാദ് മാൾക്ക് ഇനി 2 സ്റ്റോപ്പ് ഉണ്ട്. ആദ്യത്തേത് നമുക്ക് റബ്ദാൻ ഇൻ്റർചേഞ്ച് ആണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമുക്ക് ക്യാപിറ്റൽ മാൾ ഉള്ളത്.
അത് കഴിഞ്ഞിട്ടാണ് മസിയാദ് മാൾ വരുന്നത്. അവിടെയാണ് നമുക്ക് ഇറങ്ങാനുള്ളത്. അവന് മസിയാദ് മാളിൻ്റെ അവിടേക്ക് വരാറുണ്ട് ഷമീർ. അങ്ങനെ ഞാൻ ഇവിടുന്ന് ബസ് ഇറങ്ങി. മസിയാദ് മാളാണിത്, അബുദാബിയിലെ മസിയാദ് മാൾ. ഒരു 10 മിനിറ്റോളം നമ്മൾ ബസ് സ്റ്റോപ്പിൽ അവനെ കാത്തുനിന്ന്, മസിയാദ് മാളിൻ്റെ ബസ് സ്റ്റോപ്പിൽ. പിന്നീട് അവൻ വന്ന് അബുദാബിയിലെ ഒരു ഇടത്തരം മാളാണിത്. ഇതിൻ്റെ അകത്ത് ലുലുവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലുലു സൂപ്പർ മാർക്കറ്റൊക്കെ ഉള്ളൊരു മാളാണിത് മസിയാദ് മാള്. ഇത് അത്ര വലിയൊരു മാളൊന്നുമല്ല. അവിടെ മസിയാദ് മാളിൻ്റെ ചുറ്റുഭാഗമൊക്കെ ഒന്ന് നടന്ന് കണ്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് കൊണ്ട് നിൽക്കുകയാണ്. ഷമീർ വരും എന്നുള്ള പ്രതീക്ഷയിൽ. അങ്ങനെ അവനിതാ വന്നുകൊണ്ടിരിക്കുകയാണ്. അവനെ നമ്മളെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ മസിയാദ് മാളിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഷമീർ ഇതാ പോകാൻ റെഡിയായി. ഞങ്ങളിതാ എവിടേക്ക് പോകണം എന്നുള്ള തീരുമാനത്തിലാണ്. അങ്ങനെ മസിയാദ് സെൻറ്ററിൽ നിന്ന് ഇതാ ഞങ്ങൾ വത്ബ ലേക്ക് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. 1 മണിക്കൂർ യാത്ര ഉണ്ട് എന്നാണ് ഷമീർ പറഞ്ഞത് ഇവിടുന്ന്. അങ്ങനെ ഞങ്ങൾ വത്ബ ലേക്ക് കാണാൻ വേണ്ടിയിട്ട് ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് ഇവിടുന്ന് എങ്ങനെയാ പോണേ? ഇവിടെ യൂട്ടേൺ ചെയ്യാൻ പറ്റില്ലല്ലോ, അവിടെ പോകണ്ടേ? ബനിയാസ് വഴിയാണ് നമ്മൾ പോകുന്നത്. ബനിയാസ് കഴിഞ്ഞ് ലൈൻ റോഡിൽ കൂടെ ബനിയാസ് കഴിഞ്ഞ് പിന്നെ വത്ബ ഭാഗത്തേക്കാണ് പോകുക. ലേക്കിനെ പറ്റിയിട്ടുള്ള ഒരു എപ്പിസോഡ് നമ്മൾ ഇതോടെ ഉണ്ടാവും. അങ്ങനെ ഇത് നമ്മൾ പോകുന്നത് ഏത് റോഡാണിത്? വത്ബ റോഡാണ്, അലൈൻ റോഡാണ്. അലൈൻ റോഡിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. അങ്ങനെ അത് അലൈൻ റോഡിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അലൈൻ റോഡിൽ ഇങ്ങനെ പോയി അൽ വത്ബയിലേക്ക് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ബോർഡ് പോലും കാണില്ല. മഹവി അവിടെ എന്തെങ്കിലും കാണണ്ട? അയച്ചേട്ടാ പോവാൻ നമുക്ക് രണ്ടാ കൂടി സാധനം എടുക്കാനല്ല. ഇതിക്ക് എടുക്കാൻ പറ്റില്ല, ഈ വണ്ടിയിൽ എടുക്കണമല്ല, ഈ വണ്ടിയിൽ എടുക്കാനാണ്. റോഡിൻ്റെ സൈഡുകളൊക്കെ അതാ പച്ചപ്പുള്ള നല്ല മരങ്ങളൊക്കെ വെട്ടി നിർത്തിയിട്ടുണ്ട്. അലൈൻ റോഡിലാണത്. അബുദാബി മറ്റ് എമിറേറ്റ്സുകളൊക്കെ കണക്ട് ചെയ്യുന്ന ഇത്തിയാദ് റെയിലിൻ്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമാണത്. ഇവിടെ നമ്മളെ ഇത്തിയാദ് റെയിൽ വരുന്നത്. റെയിൽ ഇതിൻ്റെ മേൽക്കൂടി കടന്നു പോകും. അതിനുള്ള പരിപാടികളാണ്. പണികളൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ. ട്രക്ക് റോഡ് എന്ന് കണ്ടില്ലല്ലോ, തെറ്റിയാ. ഫാം ആക്സസ്, ഇവിടെ ഫാമുണ്ട്. ഇനി നമ്മൾ കുറേ മരുഭൂമിൻ്റെ ഉള്ളിലേക്ക്, കുറേ അകത്തെ റോഡിലേക്ക് നമ്മൾ കയറി പോവുകയാണ്. അലൈൻ റോഡിൽ നിന്ന് തിരിഞ്ഞ് വേറെ റോഡിന് പോവാണ്. അങ്ങനെ നമ്മൾ അൽ വത്ബ ലേക്ക് ക്യാമ്പിക്ക് റൈറ്റ് എക്സിറ്റ് എടുത്ത് പോവുകയാണ്. അലൈൻ റോഡിൽ നിന്ന് റൈറ്റിക്ക് എക്സിറ്റ് എടുത്ത് അൽ വത്ബ ലേക്കുള്ള റോഡാണ്. നാടൻ ചോറ്, ഞാനും ചോറും ചിക്കനും. ഞാൻ ചോറുണ്ടാക്കിയുണ്ടായിരുന്നു. സദ്യ എവിടുന്ന്? റൂമെന്നാ? ഇതാണ് ട്രക്ക് റോഡ്. ഇതിൽ വെറും ട്രക്കുകൾ മാത്രമാണുള്ളത്. മുസഫ അബുദാബി അലൈൻ റോഡ്. ഇപ്പോൾ ഒരു 3 മണി കഴിഞ്ഞിരിക്കുകയാണ്. 3 മണിക്കാണ് നമ്മൾ യാത്ര പുറപ്പെട്ടത്. ഇപ്പോൾ 3:30 ആയി കാണും. ഇപ്പോൾ നല്ല മരുഭൂമിയിലെ അകത്തേക്ക് വന്ന് നമ്മൾ രാത്രി ആവുന്നതിന് മുമ്പ് അവിടെ എത്തണം, അല്ലെങ്കിൽ വെളിച്ചക്കുറവുണ്ടാവും. അതുകൊണ്ട് നമ്മൾ നേരത്തെ പോവാണ്. ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചിട്ട് പോവാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ പോവാണ്. വത്ബ ലേക്ക് ക്യാമ്പിൽ റൈറ്റിക്കാണ് പോകാനുള്ളത്. ഇവിടുന്ന് നല്ല പച്ചപ്പൊക്കെ ഉള്ള സ്ഥലമാണ്. ഇങ്ങനെ നമ്മൾ വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്.
നല്ല മരുഭൂമിയിലെ പച്ചപ്പൊക്കെ ഉള്ള ഒരു മരുഭൂമിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ ധാരാളം ഒട്ടകങ്ങളൊക്കെ വളർത്തുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ നമുക്ക് ഒട്ടകങ്ങളൊക്കെ ഇങ്ങനെ ഓടി നടക്കുന്നത്, ഭക്ഷണം കഴിക്കുന്നതൊക്കെ കാണാം, മേഞ്ഞ് നടക്കുന്നത് കാണാം. കുറച്ച് നാട്ടൊക്കെ കയറ്റി വെച്ചണം. ഈ സൈഡത്തെ മണക്കുന്നതിനോട് കൂടി നമുക്ക് വ്യത്യാസം അല്ലേ? ഇത് വെള്ളം ഇത് അല്ലേ? അല്ല, സൂര്യപ്രകാശത്തിന്റെ മാറ്റം കൊണ്ട് അതുകൊണ്ടാണ് അങ്ങനല്ലേ? എല്ലാം ഒന്ന് തന്നെ. ഏകദേശം ഒരു 4-4:30 അവിടെ എത്തുമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ അതാ ഞങ്ങൾ നാട്ടിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ മരുഭൂമിയിലെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വത്ബ ലേക്കിൻ്റെ അടുത്ത് എത്താറായിരിക്കുന്നു. ലേക്കുള്ള റോഡ് ഇതാ ഞങ്ങൾ തിരിഞ്ഞ് ഇങ്ങനെ പോവാണ്. ഒരു ചെറിയ പോക്കറ്റ് റോഡ് മാതിരി ആയി വന്നു. നിറയെ ഹമ്പാണ് ഈ റോട്ടിൽ. ഫോട്ടോ ഷൂട്ട് ചെയ്ത് കണ്ട ഒരു ഇതാക്കാം, സീനറി ആക്കാം. നമ്മളെ മുന്നിലൊരു കാറുകാരൻ നമ്മുടെ വത്ബയിലേക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മളെ മുന്നിലുണ്ട്. അവനും നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് തോന്നുന്നത്. അവൻ നല്ല സ്പീഡിൽ നമ്മളെ കടന്നുപോയി. ഇനി നമുക്ക് അവരെ കാണാൻ പറ്റും തോന്നുന്നില്ല. നമ്മള് തടാകത്തിൻ്റെ അടുത്തെത്തിക്കണേ. നമ്മളെ വത്ബ ലേക്കിൻ്റെ തൊട്ടടുത്താണിത്. ഇതാണ് നമ്മുടെ വത്ബ ലേക്ക്. നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് വത്ബ ലേക്ക് ബോർഡുണ്ട്. ഇവിടുന്ന് റൈറ്റേക്ക് തിരിഞ്ഞു പോകണം. ഈ റോഡ് വേറെ എവിടെയൊക്കെ പോകണം. വേറെ 2 വണ്ടികളുണ്ട് മുന്നിൽ. ഓക്കെ, വത്ബ ലേക്ക്. അതിൻ്റെ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ലിറ്ററിങ് ഈസ് പ്രോഹിബിറ്റഡ്. തീ ഒന്നും കൊടുക്കാൻ പാടില്ലാന്നല്ലേ? അപ്പോൾ ഇവിടെ എങ്ങനെ ചൂടല്? ചൂടാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ടെന്ന് ഞാൻ കേട്ടത്. യൂട്യൂബിൽ നോക്കിയാ കുറേ ആൾക്കാർ യൂട്യൂബ് ചെയ്തിട്ടുണ്ട്. വത്ബ ലേക്ക് ബോർഡ്. ഇവിടെ നമ്മൾ വത്ബ ലേക്കിന്റെ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഫാമിലികളൊക്കെ ചുടുന്നുണ്ട്. അവിടെ പട്ടം പറത്തുന്നുണ്ട്. കുക്കിംഗ് ഉണ്ട്. ചിക്കൻ ആണ് നമ്മുടെ വത്ബ ലേക്കിന്റെ ദൃശ്യം. നമ്മളുടെ അടുത്ത ഭാഗത്താണ് ഇപ്പോൾ വത്ബ ലേക്ക്. നമുക്ക് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യണം, എന്നിട്ട് ഉള്ളിലേക്ക് കയറണം. ടിക്കറ്റും കാര്യങ്ങളൊന്നും ഇല്ല അവിടെ. അവിടെ ഒരു ബ്രിഡ്ജൊക്കെ ഉണ്ട് അല്ലേ? ഫെസിലിറ്റി ബിൽഡിംഗ്. വത്ബ ലേക്കിൽ വണ്ടി പാർക്ക് ചെയ്ത് വത്ബ ലേക്കിൻ്റെ ഇതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ലേക്ക്. നല്ലൊരു ശാന്തമായ സ്ഥലമാണ്. ആൾക്കാർ ഫാമിലിയൊക്കെ വന്ന് കണ്ട് ഇവിടെ ചുടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഷമീർ നടന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു പട്ടം ഇങ്ങനെ പറക്കുന്നുണ്ട്. അൽ വത്ബ ലേക്കിലാണ് നമ്മളുള്ളത്. നല്ലൊരു വൈകുന്നേരമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ല സ്ഥലമാണ്. ബാത്റൂമും കാര്യങ്ങളൊക്കെയാണ് അവിടെ. വത്ബ ലേക്കിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് ലേക്ക്. പാലം അവനവിടെ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് നടക്കുകയാണ്. ഷമീർ അവിടെ ഉണ്ട്. അവിടെ ഒരു പാലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പാലത്തിൽ കൂടി ഇങ്ങനെ നടന്നിട്ട് അവിടെയൊക്കെ ചെന്നിട്ട് ഫോട്ടോ എടുക്കാം. അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്.
ധാരാളം ആളുകൾ ഇവിടെ ഉണ്ട്. 4 മണിയാണെങ്കിലും ഇവിടെ ധാരാളം ആളുകൾ എത്തിയിട്ടുണ്ട്. ചൂടും ഇതൊന്നും അധികമില്ല, അതുകൊണ്ടായിരിക്കും. അങ്ങനെ അതാ നിമ്മക്കൂടി ഇങ്ങനെ നടക്കാം. ലേക്കിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പാലത്തുമ്മക്കൂടി നടക്കാം. നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടികളത് വെള്ളത്തിൽ എന്തൊക്കെയായിട്ട് കളിക്കണ്. ഇതാണ് മീനൊക്കെ ഉണ്ട് ഇവിടെ. ഈ ലേക്കിൽ പലതരം മീനുകളൊക്കെ ഉണ്ട്, പക്ഷെ അധികം വലിപ്പമില്ലാത്ത മീനുകളാണ് കൂടുതലും. പലതരം ചെറിയ ചെറിയ മീനുകളുണ്ട്. നല്ല ഫോട്ടോജനിക് ആയിട്ടുള്ളൊരു ലൊക്കേഷനാണ്. എല്ലാവർക്കും ഫോട്ടോ എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ നല്ലൊരു സ്ഥലമാണിത്. ഇവിടെ 2 ആൾക്കാർ പല തരത്തിലുള്ള വീഡിയോസും റീൽസും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ധാരാളം പക്ഷികളൊക്കെ കാണുന്നുണ്ട്. പലതരത്തിലുള്ള പക്ഷികളൊക്കെ ഉണ്ട്. കൊക്കുകളുണ്ട്, പല നിറങ്ങളിലുള്ള കൊക്കുകൾ. ഞങ്ങളവിടെ ഒക്കെ കൊക്കുകൾ എന്നാണ് പറയല്, കൊറ്റികൾ എന്നും പറയും. പിന്നെ ധാരാളം കുളക്കാക്കകൾ എന്ന് പറയും. പല നിറത്തിലുള്ള കുളക്കാക്കകളൊക്കെ ഉണ്ട്. എരണ്ട ഇതിന് എരണ്ടെന്നും പറയും. ചില നാടുകളിൽ ഇത് കുളംകാക്കകൾ എന്നും പറയുന്നുണ്ട്. ചില നാടുകളിലൊക്കെ ഇതിനെ ഭക്ഷിക്കുന്നുണ്ട്. ഷമീർ അവിടെ തിരക്കിലാണ്. ഷമീർ ഫോൺ വിളിയിലാണ്. അവൻ്റെ കമ്പനിയിൽ നിന്നുള്ള ധാരാളം കോളുകളൊക്കെ വന്നിട്ട് അതിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് അവന്. മരുഭൂമിൻ്റെ അകത്ത് ഒരു വെള്ളം. ലേക്കിലാണ് ഇപ്പോൾ ഞാനും ഷമീറും കൂടി ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് വന്നാണ്. ഇവിടെ താറാവുകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ലൊരു അരയന്നൻ താറാവ്. ഒരാളുള്ളൂ, ബാക്കിയൊക്കെ ഇവിടെ. കൽബത്തബ ലേക്കിലെ കാഴ്ചകളാണിത്. ചുടുണ്ടല്ലോ, നല്ല സ്മെല്ലായിരുന്നു ചിക്കന്. ഈ മരങ്ങളിലൊക്കെ ധാരാളം പലതരം പക്ഷികളൊക്കെ ഉണ്ട്. നമ്മളെ ഒരു പക്ഷി ശാസ്ത്രജ്ഞന്മാർക്കൊക്കെ പറ്റിയൊരു ലൊക്കേഷനാണ്. ഒക്കെ വന്ന് ഫോട്ടോ എടുക്കാം. ലേക്കിലെ ദൃശ്യങ്ങളാണ്. ഇവിടെ ഫാമിലികളൊക്കെ ഉണ്ട്. ഇവിടെ ബോട്ടിങ്ങുകളൊക്കെ ഉണ്ട്. ധാരാളം പെഡൽ ബോട്ടുകളൊക്കെ, നമുക്ക് സ്വന്തം ചവിട്ടി പോകുന്ന പെഡൽ ബോട്ടുകളുടെ സംവിധാനമൊക്കെ ഉണ്ട്. അൽവത്തബ ലേക്കിലെ ദൃശ്യങ്ങളാണ്. സോളാർ പാനലുകൾ ധാരാളം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്തെങ്കിലും കറണ്ടിൻ്റെ ആവശ്യങ്ങൾക്കായിരിക്കും ഇത്. വെള്ളത്തിൻ്റെ നടുവിലായിട്ട് ധാരാളം മരങ്ങൾ ഇങ്ങനെ നട്ടുപിടിപ്പിച്ചതാണെന്നാണ് തോന്നുന്നത്. വന്ന് മുളച്ചതോന്നും അറിയില്ല.
മരത്തുമത ധാരാളം പക്ഷികൾ, എന്ത് പക്ഷികളാണെന്ന് അറിയില്ല, കറുത്തിട്ടുള്ള പക്ഷികളാണ് വന്നിങ്ങനെ ഇരിക്കുന്നുണ്ട്. വത്തുമ്പ ലേക്കിലെ കാഴ്ചകളാണ്. ഇവിടെ ഒരുത്തൻ ഗിറ്റാറായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ്റെ അടുത്തൊന്ന് പോയി നോക്കാമെന്ന് വിചാരിക്കുന്നു. അവൻ്റെ അടുത്ത് പോയിട്ട് അവൻ്റെ ഗിറ്റാറിൻ്റെ മ്യൂസിക് ഒന്ന് നമുക്ക് ശ്രദ്ധിച്ച് നോക്കാം. അവരുടെ ഗിറ്റാർ മ്യൂസിക് കേട്ടുനിന്ന് കുറേ സമയം പിന്നെ നമ്മൾ കുറച്ച് അപ്പുറത്തേക്ക് വന്ന് അവിടെ പാർക്കിങ്ങിൻ്റെ സ്പേസൊക്കെ കാണാൻ വേണ്ടി. സൈക്ലിങ്ങിനൊക്കെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. സൈക്ലിങ്ങൊക്കെ ട്രാക്കുകളും മറ്റുള്ളതൊക്കെ ഉണ്ട്. ഇതാണ് ലേക്ക്. വത്തുമ്പ ലേക്കിൽ കാഴ്ചകളാണ്. അങ്ങനെ ഒരു കുട്ടിയപ്പോൾ നമ്മളെ സ്നേഹിതൻ ഷമീറിൻ്റെ ഒപ്പം ഇങ്ങനെ വന്നതാണ്. ഇവിടെ കുട്ടികളൊക്കെ അതവിടെ എൻജോയ് ചെയ്യുന്നുണ്ട്. കളികളും മറ്റുള്ളതൊക്കെ ഉണ്ട്. അൽവത്ത് തുടങ്ങിയിട്ട് ഇങ്ങനെ ഇത്രയും ദൂരം ഉണ്ട്. അൽവത്തുമ്പ ലേക്ക് എന്ന് പറഞ്ഞാൽ അടക്ക ഉണ്ട്, അടക്ക പോകുന്നുണ്ട്. ഈ ലേക്ക് ഇത്രയും ദൂരങ്ങളുണ്ട്. ഇങ്ങോട്ടൊക്കെ ഉണ്ട്, ഇവിടേക്കൊക്കെ പോകുന്നുണ്ട്. പിന്നെ അങ്ങോട്ടും പോകുന്നുണ്ട്, അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. ഇവിടെയൊക്കെ കുറേ ആൾക്കാർ ക്യാമ്പൊക്കെ ചെയ്യുന്നുണ്ട്. ടെൻറ്റ് കെട്ടി ക്യാമ്പിങ് ഉണ്ട്. ഒക്കെ ടെൻറ്റുകളാണ്. ആളുകളിവിടെ താമസിക്കുകയാണ്. വൈകുന്നേരം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നാണ്. ഇവിടെ കുറേ ആൾക്കാർ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുന്ന് പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. ചുറ്റുഭാഗം ഈ ലേക്കിൻ്റെ ചുറ്റുഭാഗം ഇങ്ങനെ നടക്കാം. നല്ല രസമാണ്. വൈകുന്നേരമൊക്കെ ഇവിടെ ചൂടാനും കാര്യങ്ങൾക്കൊക്കെ സൗകര്യമുണ്ട്. ചൂടാനൊക്കെ ഉള്ള സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഇവിടെ.
വൈകുന്നേരങ്ങളിൽ ഫാമിലിയായിട്ടൊക്കെ ഒത്തുകൂടി ഇവിടെ നല്ലൊരു ക്യാമ്പിംഗ് ഒക്കെ നടത്താൻ പറ്റിയ എല്ലാ സൗകര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു സ്ഥലമാണിത്. അബുദാബിയിലെ വത്ബ ലേക്കിലാണിത്. ധാരാളം പക്ഷികളും മറ്റുള്ള മൃഗജാലങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണിത്. ധാരാളം തക്കിളികൾ ഈ മരത്തുമ്മലൊക്കെ ഇരിക്കുന്നുണ്ട്. ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഈ മരത്തുമ്മലൊക്കെ ഉണ്ട്. പക്ഷികളിങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ ഒറ്റപ്പെട്ട് കണ്ട ഒരാൾ ഇരിക്കുന്നുണ്ട്. ഒറ്റപ്പെട്ട് ഇരിക്കുന്നുണ്ട്. അതെന്താണ് ഒരു കുറ്റിമ്മ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ നീന്തി കളിക്കുന്നുണ്ട്. കുറെ ആൾക്കാരത് അവിടെ നീന്തി ഇരിക്കുന്നുണ്ട്. വത്ബ ലേക്കിലാണ്, അബുദാബിയിലെ അൽ വത്ബ ലേക്ക്. താറാവുണ്ട് കേട്ടോ, അവിടെ ധാരാളം താറാവുകളുണ്ട്. അൽ വത്ബ ലേക്കിലാണ്. വൈകുന്നേരത്തെ പിക്നിക്കിനൊക്കെ പറ്റിയിട്ടുള്ളൊരു സ്ഥലം, നല്ലൊരു സ്ഥലം, അടിപൊളി സ്ഥലമാണ് അൽ വത്ബ ലേക്ക് എന്ന് പറഞ്ഞത്. അബുദാബിയിലെ അൽ വത്ബ ലേക്കിലെ കാഴ്ചകളാണിന്ന്. എൻ്റെ യാത്രകൾ ഷാനവാസ് എന്ന യൂട്യൂബ് അൽ വത്ബ ലേക്കിൽ നിന്നുള്ള കാഴ്ചകളാണിത്. വത്ബ ബൈ 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 പറയാണ്. ലേക്കിൻ്റെ ചുറ്റുഭാഗത്ത് ഞങ്ങളിങ്ങനെ കറങ്ങി ഇങ്ങനെ ബൈ ബൈ പോകാനുള്ള പരിപാടി. ഇവിടേക്ക് ജനറേറ്റർ ഉണ്ട് അല്ലേ? മരുഭൂമിയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയതുകൊണ്ട് ആൾക്കാർക്ക് നല്ലൊരു സൗകര്യമായി. ഫാമിലിയൊക്കെ ഉള്ളവർക്ക് അതിനെ ഈ കല്ല് കൂട്ടി കരിങ്കല്ല് ഇതാ കമ്പിക്കൂട്ടിലാക്കി കണ്ടാണ്. ഇതൊക്കെ നാട്ടിലുണ്ട്, ഞാൻ സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. കരിങ്കല്ല് കണ്ട കൂട്ടിലാക്കി വെച്ചിരിക്കണം. ആരും കൊണ്ടുവന്ന് വിചാരിച്ചിട്ടാണ് തോന്നുന്നത്. ഫുള്ള് മധുരച്ചിക്കണ അങ്ങനെയാണ്. ടെന്റ് കെട്ടി കണ്ടുന്ന വരത്തിലൂടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അൽ വത്ബ അങ്ങനെതാ വത്ബ ലേക്ക് കണ്ട് ഞങ്ങളിതാ തിരിച്ചു പോകണം. ഗുഡ് ബൈ ടു അൽ വത്ബ ലേക്ക്. തിരിച്ചു പോവാണ്. പോയി പോവാം, ടൈം ഉണ്ടെങ്കിൽ പോവാം. ഇതാ ഡെസേർട്ട് സഫാരിക്ക് വേണ്ടി ട്രൈ ചെയ്യാണ് നമ്മളെ ഷമീർ. വണ്ടി ഇപ്പോൾ എവിടെ താവും എന്നുള്ളത് നോക്കി നടക്കുകയാണ് ഞങ്ങള്. താന്നാല് JCB വിളിക്കേണ്ടി വരും. എൻ്റെ അടുത്ത് JCB കാരില്ലേ കുറേ. അപ്പോൾ ഇവിടെ അതാ റേസിംഗ് ഒക്കെ നടക്കുന്ന സ്ഥലമുണ്ട് തന്നെ. ബൈക്ക് റേസിംഗ് ഒക്കെ നടക്കുന്ന സ്ഥലത്തേക്ക് ഒന്ന് ഞങ്ങൾ ഡെസേർട്ട് സഫാരി പോയി നോക്കാണ്. മരുഭൂമിൻ്റെ അകത്താണത്. അത് ഞങ്ങൾ ഗിയറൊക്കെ ഒന്ന് മാറ്റി പിടിച്ച് ഇപ്പോൾ 4 വീൽ ഡ്രൈവിലാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. എന്താവുന്നൊന്നും അറിയില്ല. ഇതൊക്കെ സുഖമായിട്ട് പോകുന്നു. ഇതൊക്കെ ഇത് എടുത്തേക്കും. ഇവിടേക്ക് കുറേ ആൾക്കാർ സഫാരി ഡ്രൈവിന് വേണ്ടി വന്നാണ്, ഡെസേർട്ട് സഫാരിക്ക് വേണ്ടി വന്നാണ്. ഇവിടെയും ക്യാമ്പിംഗ് ഉണ്ട് അല്ലേ? അങ്ങനെ ഈ കുന്നും മലയൊക്കെ കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. കായ്മ മണ്ണാവില്ല, നല്ല വണ്ടിയാണ്. ഈ വണ്ടി ഇതാ നമുക്ക് ഡെസേർട്ടിൽ പോകാനായിട്ടുള്ള വണ്ടികളാണ്. ഇവിടെ കുറേ ആൾക്കാർ ഡെസേർട്ട് സഫാരി ഒക്കെ ആയിട്ട് എൻജോയ് ഉണ്ട്. കറക്കണ് അതാ മറിഞ്ഞില്ലേ കാക്ക തന്നെ കാലയില്
ഇന്ന് ഡെസേർട്ട് സഫാരിയിൽ വണ്ടി അടിച്ചു നോക്കിയതാണ്, പക്ഷെ പരാജയപ്പെട്ടു. അത് വിടാൻ ആൾക്കാരെന്നാലല്ലേ വരുള്ളൂ. ഇതിൻ്റെ പുറത്തുനിന്നുള്ള ഡെസേർട്ട് സഫാരിയാണ്. വത്ബ ലേക്കിൻ്റെ ദൃശ്യമാണിത്. അതിൻ്റെ തൊട്ടടുത്തുള്ള സഫാരിയാണിത്, ഡെസേർട്ട് സഫാരി. ഇതാണ് അൽ വത്ബ ലേക്ക്. അബുദാബിയിലെ അൽ വത്ബ ലേക്കിൻ്റെ അടുത്താണ്. അവിടുന്ന് ഞങ്ങൾ ഡെസേർട്ട് സഫാരിയൊക്കെ കഴിഞ്ഞതാണ്. അതായത് ഡെസേർട്ട് സഫാരിയൊക്കെ ചെയ്യുന്ന സ്ഥലമൊക്കെ കണ്ട് ഞങ്ങളിതാ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. വത്ബ ലേക്കും സഫാരിയൊക്കെ കണ്ടു. തണുത്ത കാറ്റ്. അങ്ങനെ തിരിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മരുഭൂമിൻ്റെ നടുവിലായിട്ട് ഒരു മലൻ്റെ മുകളിലൊരു പതാക കണ്ടു. അപ്പോൾ അതൊരു ഹോട്ടലാണെന്നാണ് ഷമീർ പറഞ്ഞത്. ഒരു 3 സ്റ്റാർ ഹോട്ടലാണത്. മരുഭൂമിയിൽ ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് നെറ്റ് കൊണ്ട് ഇങ്ങനെ വളച്ച് കെട്ടിയിട്ടുണ്ട്. നെറ്റ് കൊണ്ട് ഇങ്ങനെ ക്യാമ്പ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഈ ഇതുപോലെ നെറ്റിൽ ഒട്ടകങ്ങളെ വളർത്തുന്ന സ്ഥലങ്ങളാണെന്ന് പറഞ്ഞ്. അപ്പോൾ പല വീടുകളിലും ഇങ്ങനെ ഒട്ടകങ്ങളെ വളർത്തുന്നുണ്ട് ഇവിടെ. ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഞങ്ങളിത് ഒട്ടകക്കൂട്ടങ്ങൾ കണ്ട്. ഒട്ടകത്തിൻ്റെ ക്യാമ്പിലേക്ക് ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ ക്യാമ്പിൽ നിന്ന് ഇറങ്ങിയതാണ് ഇവർ. ക്യാമ്പിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇവരിങ്ങനെ കൊണ്ടുപോവാണ്. 2 ആൾക്കാർ ഇതാ കുറേ ഒട്ടകക്കൂട്ടത്തിനെ കൊണ്ടുപോകുന്നു. അതാണ് നമ്മളെ ക്യാമ്പ്. ഒട്ടക ക്യാമ്പുകളാണ്. മതി ഇപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അൽ വത്ബയിൽ നിന്ന് ഇതൊക്കെ കണ്ടിങ്ങനെ വരികയാണ്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ ഒരു പാർക്കിങ്ങും കാര്യങ്ങളും കടകളൊക്കെ കൂടി കണ്ട്. അപ്പോൾ അവിടെ നിന്ന് നിർത്തിയതാണ്. നമ്മളെ ഷമീർ ഇതാ കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിത് അവിടെയൊക്കെ വന്നപ്പോൾ ഇതാ ഒട്ടകത്തിൻ്റെ റേസൊക്കെ നടക്കുന്ന സ്ഥലമാണ്. ഒട്ടകത്തിൻ്റെ ക്യാമ്പും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. അവിടെ ഇങ്ങനെ വന്ന് ചായയൊക്കെ കുടിച്ച് പോകാനുള്ള പരിപാടിയിലാണ്. ഇതാണ് ഒട്ടകത്തിൻ്റെ വെറ്റിനറി ഹോസ്പിറ്റലും മരുന്നുകളൊക്കെ കൊടുക്കുന്ന ഫാർമസികളാണ്. വെറ്റിനറി ഫാർമസികളൊക്കെ ഉണ്ട് ഇവിടെ. ക്യാമ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അതിൻ്റെ അപ്പുറത്ത് കൂടി ചെറുതായിട്ട് ട്രെയിന് നമ്മളെ മെട്രോ ട്രെയിന് പോകുന്നത് കാണാം. ഇത്തിയാദ് റെയിൽ ഇത്തിയാദ് ട്രെയിനാണിത്. ആ ഒട്ടക ക്യാമ്പിൻ്റെ തൊട്ടടുത്ത് കൂടി ഇതാ അങ്ങനെ പോകുന്നുണ്ട് ഇത്തിയാദ് റെയിൽ. അല്ലെങ്കിൽ കപ്പുചിലേക്കോ വത്ബയിലാണ് ഇത്തിയാദ് ട്രെയിൻ പോകുന്ന രംഗങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ UAE മൊത്തം കണക്ട് ചെയ്യുന്ന ഇത്തിയാദ് റെയിൽവേ എന്ന് പറഞ്ഞിട്ടുള്ള ലൈനുകൾ, റെയിൽവേ ട്രാക്കുകൾ അടുത്ത് ഓപ്പൺ ആവും. എല്ലാ എമിറേറ്റ്സുകളെയും കണക്ട് ചെയ്യുന്ന ഒരു നെറ്റ്വർക്ക് സിസ്റ്റമാണ് വരാൻ പോകുന്നത്. ഒരു സീസൺ ആയാലും ഇവിടെ വെച്ചിട്ടാണ് ധാരാളം ഒട്ടകങ്ങളുടെ ഓട്ട മത്സരങ്ങളും മറ്റുള്ള മത്സരങ്ങളൊക്കെ നടക്കുന്നത്. ഇവിടെ പല കച്ചവടങ്ങളൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. അതിവിടെ ഒരു നാഷണൽ ഹോബി തന്നെയാണ്. ഇവിടെ ഒരു നാഷണൽ മത്സരങ്ങളൊക്കെ ഉണ്ടാകുന്ന സ്ഥലമാണിത്. വത്ബയിലെ ഒട്ടകത്തിൻ്റെ മത്സരങ്ങളൊക്കെ നടക്കുന്ന സ്ഥലം. എന്താ പണിയുണ്ടോ? അങ്ങനെ ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടിയിലാണുള്ളത്. വത്ബ കഴിഞ്ഞ് നമ്മളിപ്പോൾ ബനിയാസ് റോഡിലൊക്കെ എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ പരിപാടികളൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. വീണ്ടും അങ്ങനെ എൻ്റെ യാത്രകൾ ഷാനവാസ് എന്ന ചാനലിലെ ഈ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്.
ഇപ്പോൾ എവിടെ എത്തി? അത് ഞങ്ങൾ ഷമീറിൻ്റെ റൂമിലൊക്കെ ഒന്ന് വന്ന് എൻ്റെ റൂമിലേക്ക് പോവാണ്. രാത്രിയായി. നാളെ നോൽമ്പാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് പോവാണ്. അങ്ങനെ ഷമീറിൻ്റെ യാത്രയാക്കി അങ്ങനെ റൂമിലേക്ക് പോവാണ്. ഞാൻ ബസ്സിൽ ഇനി ഇവിടുന്ന് പോകണം. ഇതാണ് ബസ് സ്റ്റാൻഡ്, MBZ ബസ് സ്റ്റാൻഡാണ്. ഇവിടുന്ന് റൂമിലേക്ക് പോകണം. ഷമീർ പോയി. ബസ് വന്നിട്ട് നമ്മളെ 102 ബസ് നമ്പർ അബുദാബിക്ക് റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ്സിൽ കാത്തിക്കാണ്. ബസ് ഇപ്പോൾ പുറപ്പെടും. അങ്ങനെ അൽവത്തുമ്പോൾ ലേക്കൊക്കെ കണ്ടതാ തിരിച്ച് റൂമിലേക്ക് നടന്നുകൊണ്ട്. നല്ലൊരു യാത്രയായിരുന്നു, നല്ലൊരു വൈകുന്നേരമായിരുന്നു ഇന്ന്. അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ യാത്രകൾ ഷാനവാസ്.